ഹലോ. സോ കോസ്റ്റ് മാനേജ്മെന്റ് പലരും കേട്ടിട്ടുള്ള ടോപ്പിക്കാണ്. പല സമയത്തായിട്ട് അല്ലെങ്കിൽ പല സെക്ഷൻസിലായിട്ട് അതല്ലെങ്കിൽ ജനറൽ ആയിട്ടും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. കോസ്റ്റ് മാനേജ്മെന്റ് CMA USA ആണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. CMA USAയിലെ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം കോസ്റ്റ് മാനേജ്മെന്റ് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? എന്താണ് കോസ്റ്റ് എന്ന് നമുക്കറിയണം. സോ കോസ്റ്റിംഗിന്റെ ബേസിക്സ് അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു സെഷന്റെ റെലവൻസ് അതാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് ആണ് നോക്കുന്നത്. സോ ഇനി അങ്ങോട്ട് കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് മാനേജ്മെന്റ് പഠിക്കാനുള്ള എല്ലാ ബേസിക്സും നമ്മൾ കവർ ചെയ്തു പോകും. ഓക്കെ. സോ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റിംഗിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞ ഈ ക്ലാസ് ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് ഉപകാരപ്പെടും? നിങ്ങൾ CMA USA എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. കാരണം പാർട്ട് 1 നിങ്ങൾക്ക് ബഡ്ജറ്റിംഗ്, PM, കോസ്റ്റ് മാനേജ്മെന്റ് ഈ സെക്ഷൻസ് ഒക്കെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ഈ ബേസ് ക്ലാസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ ബേസിക് ആയിട്ട് ഇതൊക്കെ എന്താണ്, നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ്സിനെ പറ്റി ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് വേണം. ഇനി രണ്ടാമത് ആർക്കാണ് ഉപകാരപ്പെടുന്നത്? കറന്റ്ലി എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മളുടെ മെയ് ജൂൺ എക്സാമിൻ്റോ സെപ്റ്റംബർ ഒക്ടോബർ എക്സാമിൻ്റോ ഈ വിൻഡോസിലോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? ഇത് ഉപകാരപ്പെടും. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. ജനറലായിട്ടും നിങ്ങൾക്ക് എന്ത് പറയാം? ഈ ഒരു കോസ്റ്റ് മാനേജ്മെന്റിന് അപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു പോകാൻ വേണ്ടിയുണ്ട്. പക്ഷെ അതൊക്കെ വരുന്നത് എപ്പോഴാണ്? നമ്മുടെ CMA USAയിൽ ഈ ഒരു കോഴ്സ് എടുത്ത് നമ്മൾ പഠിക്കുന്ന സമയത്താണ് നമുക്കിതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലോട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. സോ അതുവരെ നമുക്കിത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വി മസ്റ്റ് നോ ദ ബേസ്. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കോസ്റ്റ് മാനേജ്മെന്റ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത്, അതൊക്കെ നമുക്ക് നോളജ് ഉണ്ടാവണം. സോ ഞാൻ പറയുന്നു, മെയ് ജൂൺ വിൻഡോയിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഓൾറെഡി കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെഷൻ പഠിച്ചിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ പഠിച്ച സ്ഥലം അല്ലെങ്കിൽ നിങ്ങളെ പഠിച്ച ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബേസ് ക്ലാസ് ഇല്ലാതെയാണ് നിങ്ങൾ ചിലപ്പം ആ ഒരു കോസ്റ്റ് മാനേജ്മെന്റിലോട്ട് കയറിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ എന്താണ് കോസ്റ്റ് മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു നോളജ് കിട്ടും. ഓക്കെ അല്ലേ? സോ നമ്മുടെ ക്ലാസ്സിലോട്ട് നമ്മൾ വരികയാണ്. ക്ലാസ്സിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരിക്കും ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തോ ഒരു ചെലവ് അല്ലെ? എന്തോ ഒരു ചെലവ്. ചില പാരന്റ്സ് പറയും, ഓഫ് അവൻ ഒടുക്കത്തെ കോസ്റ്റാ, അവനെ കൊണ്ട് ഒടുക്കത്തെ ചെലവ്, അവനെ കൊണ്ട് തിന്നു മുടിപ്പിക്കാനായിട്ടുണ്ടാകും എന്നൊക്കെ പറയൂലേ. അപ്പോഴെന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചെലവിനെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു പൈസ പോകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ 2 ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് പതുക്കെ അങ്ങോട്ട് പറയും. അപ്പോൾ ഒരു കമ്പനിയിലെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു വീട്ടിലെ കോസ്റ്റ് അല്ല, നിങ്ങളുടെ പേഴ്സണൽ കോസ്റ്റ് അല്ല. നമ്മൾ CMA USAയിലെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ നമ്മൾ ഡീല് ചെയ്യുന്നത് ഒരു കമ്പനിയിലെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീല് ചെയ്യുന്നത്. ഓക്കെ. സോ എൻ്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കമ്പനി, എസ്പെഷ്യലി മാനുഫാക്ചറിങ് കമ്പനീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെ പറ്റിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? സോ കോസ്റ്റ് മാനേജ്മെന്റിന്റെ ബേസ് ക്ലാസ്സിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു കാര്യങ്ങൾ ബേസ് ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ടോപ്പിക്കിലോട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയിൽ ഇത് വളരെയധികം റെലവെന്റ് ആണോ? ഒരു കമ്പനിയിൽ കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം അത്രയും റെലവെന്റ് ആണോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. കമ്പനിക്ക് പലതരത്തിലുള്ള ചെലവുകൾ ഉണ്ടാകും. ഈ ചെലവുകളെ ഒന്നും കമ്പനി മൈൻഡ് ആക്കുന്നില്ല. ആ കമ്പനി വിചാരിക്കുകയാണ് ചെലവൊക്കെ ആ വഴിക്ക് അങ്ങോട്ട് പൊക്കോട്ടെ, നമ്മൾ വലിയധികം ബോധേടാവണ്ട. കമ്പനിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനി അവിടെ തകരാനുള്ള സാധ്യത കൂടുതലാ. എന്തുകൊണ്ടാ? കാരണം കമ്പനി കോസ്റ്റിലോട്ടൊന്നും നോക്കുന്നില്ല. എന്തൊക്കെ ചെലവ് വരുന്നു, അത് എവിടെയൊക്കെയാണ് കമ്പനിക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള ചെലവുകൾ ഉള്ളത്, അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ട് ഒരുപാട് ചെലവ് അങ്ങ് ഉണ്ടായിട്ടുണ്ടോ,
ഇതൊന്നും കമ്പനി നോക്കുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? കമ്പനിയുടെ തകരാനുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റെബിലിറ്റി ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ കോസ്റ്റിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ പാർട്ട് 1 ഏറ്റവും കൂടുതൽ ഈ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ കോസ്റ്റിങ്ങിന്റെ ബേസിക്സിലോട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ അറിയണം? എന്തൊക്കെയാണ്? ആദ്യം ഞാൻ പറയുന്നു, എന്താണ് കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് എക്സ്പെൻസ്, ഈ കാര്യങ്ങൾ നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ ഈ കോസ്റ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്രൊഡക്റ്റ് കോസ്റ്റും പീരിയഡ് കോസ്റ്റും. എന്താണ് പ്രൊഡക്റ്റ് കോസ്റ്റ്, എന്താണ് പീരിയഡ് കോസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യും. പിന്നീട് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പ്രൊഡക്റ്റ് കോസ്റ്റിലെ ഓരോരോ കാറ്റഗറീസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ കാറ്റഗറീസ്? നിങ്ങൾ ഈ കാറ്റഗറീസ് ഒക്കെ ഓൾറെഡി കേട്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാം, നിങ്ങൾക്ക് നോളജ് ഉണ്ട്, പക്ഷെ ടേം ആണ് അറിയത്തില്ലാത്തത്. ഞാൻ ഈ ടേം പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ആലോചിക്കും, ഈ ടേം എവിടെയെങ്കിലും കേട്ടിട്ടില്ലല്ലോ. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് എന്ത് കിട്ടും? അത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതില് ബുദ്ധിമുട്ടില്ല. ഇനി അതിനുശേഷം നമ്മൾ പറയുന്നത് ഇതിന്റെ ക്യാരക്ടർ, കോസ്റ്റിന് കുറച്ച് ക്യാരക്ടർ ഉണ്ട്, സ്വഭാവങ്ങളുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന 3 ക്യാരക്ടർ ഉണ്ട്. അതുമല്ലാണ്ട് കമ്പനിയിൽ മറ്റു പല കോസ്റ്റുകൾ വരും. അതുമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഓവറോൾ എന്താണ് കോസ്റ്റ്, എന്തൊക്കെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, ക്യാരക്ടറിനനുസരിച്ച് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കോസ്റ്റിങ്ങിൽ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതൊരു ബേസ് ക്ലാസ് ആണ്. അതിനുമുപരി ഞാൻ പറയുന്നത് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പാർട്ട് 1 സെക്ഷൻ ഡിയിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ മക്കളെ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. കാരണം നിങ്ങൾ വിചാരിക്കും ബേസിക് അല്ലേ, വലിയ കാര്യമുണ്ടോ എന്നൊക്കെയുള്ള. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. എക്സാമിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ പകരം എന്ത് ചെയ്യും, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താണ് ഓവർ ഹെഡ്, അല്ലെങ്കിൽ ഓവർ ഹെഡിനെ ഫൈൻഡ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും MCQ ടൈപ്പിൽ വരുന്നത്. സോ നമുക്ക് ബേസ് അറിയില്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി പോകും. റിവിഷൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴുണ്ടാവും നമ്മൾ ഓവർ ഹെഡിൻ്റെ ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ വിചാരിക്കും പിള്ളേർ ഇതെപ്പോൾ ചെയ്ത് കഴിയുമെന്ന് വിചാരിക്കും. പക്ഷെ പിള്ളേർ ചെയ്യാതാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ, പിള്ളേർക്ക് എന്ത് കിട്ടിയിട്ടില്ല, ബേസിക് ആയിട്ടുള്ള നോളജ് പിള്ളേര് ലാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, സോ ഞാൻ എൻ്റെ ടോപ്പിക്കിലോട്ട് പോകുന്നു. നമ്മൾ ഒരു കമ്പനി ഏറ്റവും നല്ല രീതിക്ക് പോകുന്നത് എപ്പോഴാണ്? കമ്പനിയിൽ വരുന്ന കോസ്റ്റുകളെയൊക്കെ കമ്പനി കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? കമ്പനി വളരെ അടിപൊളിയായിട്ടാണ് കേട്ടോ പോകുന്നേ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് കമ്പനിയിൽ വരുന്ന കോസ്റ്റുകളെയൊക്കെ കമ്പനി വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കമ്പനി നല്ല രീതിയിലാണ് പോകുന്നത്. എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊക്കെ കോസ്റ്റുകളാണ് വരുന്നത്, ആ കോസ്റ്റുകളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എഫേർട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, കോസ്റ്റുകളെ വളരെ കൃത്യമായിട്ട് കമ്പനി മാനേജ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. സോ നമ്മൾ അങ്ങോട്ടേക്കല്ല പോകുന്നത്, അതിനു മുന്നേ കമ്പനിക്ക് അറിയണ്ടേ എന്താണ് കോസ്റ്റ് എന്നറിയണ്ടേ. അപ്പോൾ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. നിങ്ങൾ 2 ടേംസ് കേട്ടിട്ടുണ്ടാവും. ഒന്നാമത്തേതാണ് കോസ്റ്റ്, രണ്ടാമത്തേതാണ് എക്സ്പെൻസ്. എന്താണ് കോസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് എക്സ്പെൻസ്? എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റും എക്സ്പെൻസും ഒരേ ടേം ആണോ? രണ്ടും ഉദ്ദേശിക്കുന്നത് ഒരേ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അവിടെ ഡിഫറൻസ് ഉണ്ട്. സോ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ വരുന്ന, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്നു എനിക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന കുറച്ച് എമൗണ്ടുകളുണ്ട്. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സുകൾ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്നാമതായിട്ട് എന്ത് വേണം? മെറ്റീരിയൽ വേണം. എന്താണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമുക്കറിയാം, നമുക്ക് ഈ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു റോ മെറ്റീരിയൽ, ഒരു അസംസ്കൃത വസ്തു, മലയാളത്തിൽ അസംസ്കൃത വസ്തു എന്ന് പറയും, എന്തെങ്കിലും ഒരു റോ മെറ്റീരിയൽ ആവശ്യം ഉണ്ടാവും. സോ കമ്പനി ചിന്തിക്കുമ്പോൾ കമ്പനിക്ക് എന്ത് വരുന്നുണ്ട്? ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ലേബർ ഇതിന്റെ മുകളിൽ പണിയെടുക്കണം. ഒരാളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലേബറിനെ വെച്ചിട്ട് നമ്മൾ പണിയെടുപ്പിക്കണം. അതുപോലെ തന്നെ ഈ സാധനത്തിന് കുറച്ച് ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു പ്ലാന്റിലാണ്, ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും റെന്റ് വരും. ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ചെലവുകൾ വരുന്നുണ്ട്. സോ ഇവിടെയൊക്കെ ചിന്തിച്ചു നോക്കും മക്കളെ, കമ്പനിയുടെ റിസോഴ്സുകളെ അല്ലേ കമ്പനി ഇവിടെ യൂസ് ചെയ്യുന്നത്? യൂസേജ് ഓഫ് റിസോഴ്സ് അല്ലേ നടക്കുന്നത്? ഈ മെറ്റീരിയലും ലേബറും അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു സ്പേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു? ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് വരുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറയുകയാണ്, കമ്പനിയുടെ റിസോഴ്സുകൾ വരും, അല്ലെങ്കിൽ റിസോഴ്സുകൾ ഇൻവോൾവ് ആകും. ഈ റിസോഴ്സുകൾക്ക് എന്ത് വരും? ഒരു ചെലവ് വരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടി കമ്പനിക്ക് ഒരു പൈസ കൊടുക്കണ്ടേ? ലേബറിന് അയാൾ ചുമ്മാ വന്ന് പണിയെടുക്കുവോ? ഇല്ല, അയാൾക്ക് എന്ത് ചെയ്യണം? ഒരു വേജ് കൊടുക്കണം, ഒരു പൈസ വെച്ചിട്ട് അയാൾക്ക് കൊടുക്കണം. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നത് ഒരു പൈസ, അല്ലെങ്കിൽ എനിക്കൊരു സാലറി ഉണ്ടാവും. ഞാൻ വെറുതെ വന്ന് ക്ലാസ് എടുക്കും, ഇല്ല എനിക്കൊരു സാലറി കിട്ടും. അതുപോലെ തന്നെ നമ്മളൊക്കെ പണിയെടുക്കാൻ പോകുന്നത് എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ലേബറാണ്. ലേബർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും? നമുക്കൊരു പൈസ കിട്ടും. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ഫാക്ടറാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇലക്ട്രിസിറ്റി, റെന്റ്. ഇതിനൊക്കെ എന്ത് വരണം? നമുക്കൊരു പൈസ പോകണം. റെന്റ് നമ്മൾ ചുമ്മാ ഒരു സ്ഥലം എടുത്തിട്ട് നമ്മൾ റെന്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, റെന്റ് കൊടുക്കണം. ഇവിടെയൊക്കെ എന്താ നടക്കുന്നത്? കമ്പനിയുടെ റിസോഴ്സുകളെയാണ് യൂസ് ചെയ്യുന്നത്. ഈ റിസോഴ്സുകളെ യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ റിസോഴ്സുകളെ യൂസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ കമ്പനിക്ക് വരുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരിക്കും എക്സ്പെൻസ്? എന്താണ് എക്സ്പെൻസ്? കേട്ടിട്ടുണ്ട്, എനിക്ക് ഇത്ര എക്സ്പെൻസ് ആയിട്ടോ. ചിലർ പറയും, ഞാൻ ആ ഷൂ വാങ്ങിയതിന് ഇത്ര എക്സ്പെൻസ് ആയി. അങ്ങനെ പറയുമോ? ഇത്ര രൂപയെന്നൊക്കെയല്ലേ നമ്മൾ പറയുള്ളൂ. സോ എന്തായിരിക്കും എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാനൊരു എക്സാമ്പിൾ പറയുന്നു. നമ്മൾ എപ്പോഴെങ്കിലും അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എന്ന് പറയൂ. നമ്മൾ എപ്പോഴും പറയുന്നത്, യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം എന്താണ്? അഡ്വർടൈസിങ് എക്സ്പെൻസ്. ഇപ്പൊ എന്തായിരിക്കും എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചു. ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? മാർക്കറ്റിൽ എത്തണം. ആളുകൾ എന്ത് ചെയ്യണം? സാധനം വാങ്ങിക്കണം. ഈ ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പരസ്യം ചെയ്യണം. പരസ്യം ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാണ് പരസ്യം ചെയ്യുന്നത്? റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പരസ്യം ചെയ്ത് ആളുകൾ വാങ്ങി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. സോ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. സോ കോസ്റ്റും എക്സ്പെൻസും ഡിഫറെന്റ് ആണ്. രണ്ടും എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകുന്നതാണ്, പക്ഷെ രണ്ടിന്റെ ക്യാരക്ടറും ഡിഫറെന്റ് ആണ്. ഒന്നില് റിസോഴ്സുകൾ ഇൻവോൾവ് ആകുന്ന, എന്തെങ്കിലും ഒരു അസറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ നമുക്ക് വരുന്ന ചെലവുകളാണ്. രണ്ടാമത്തേതിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. സോ റവന്യൂവും എക്സ്പെൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റവന്യൂ ആൻഡ് എക്സ്പെൻസ്. ഓക്കെ, ഇനി റവന്യൂ ആൻഡ് എക്സ്പെൻസ് അല്ല, കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ്. കോസ്റ്റും എക്സ്പെൻസും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചെറുതായിട്ടത് മാറി, കോസ്റ്റും എക്സ്പെൻസുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ കോസ്റ്റും എക്സ്പെൻസിലോട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് കോസ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു എന്താണ് കോസ്റ്റ്. ഈ കോസ്റ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്, രണ്ടാമത്തേതാണ് പീരിയഡ് കോസ്റ്റ്. രണ്ട് തരത്തിലുള്ള കോസ്റ്റുകളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത് പ്രൊഡക്റ്റ് കോസ്റ്റും രണ്ടാമത്തേത് പീരിയഡ് കോസ്റ്റും.
രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു കോസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. ഒരു കമ്പനിയിൽ വളരെ കൃത്യമായിട്ട് കമ്പനിയിലെ കോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നോക്കി കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, കമ്പനിക്ക് നല്ല കോസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടെന്ന് പറയാം. കോസ്റ്റ് മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം കോസ്റ്റ് എന്താണെന്ന് അറിയണം. കോസ്റ്റും എക്സ്പെൻസും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ കോസ്റ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തേതാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്, രണ്ടാമത്തേതാണ് പീരിയഡ് കോസ്റ്റ്. പ്രൊഡക്റ്റ് കോസ്റ്റും പീരിയഡ് കോസ്റ്റും, ആ രണ്ട് കാര്യങ്ങളും കൂടെ നമ്മളിവിടെ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ എന്താണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ തന്നെയുണ്ട്. എന്താണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സപ്പോസ് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനത് ഒരു AC റിമോട്ട് ഞാനിവിടെ ഉണ്ടാക്കണം. ഇവിടെ എനിക്ക് എന്ത് വേണം, ഒരു AC റിമോട്ട് ഉണ്ടാക്കണം. ഈ AC റിമോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വരുന്ന കോസ്റ്റുകളെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ്. ഇത് മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ റിമോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വരുന്ന ചെലവുകളെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആ പേരിൽ തന്നെയുണ്ട് എന്താണ് പ്രൊഡക്റ്റ് കോസ്റ്റ്. ഓക്കെ, ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, കൺസെപ്റ്റ് ഓക്കെ അല്ലേ?